ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സമയം രാവിലെ ഏതാണ്ട് ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. എല്ലാവരും ചായയൊക്കെ കുടിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ചോദിക്കാൻ വന്നത്, നമ്മളെല്ലാ ആൾക്കാരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ബൈക്കായിക്കോട്ടെ, കാറായിക്കോട്ടെ, നമ്മളെല്ലാ ആൾക്കാരും പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ പറ്റുന്ന ചില മിസ്റ്റേക്കുകൾ ഇന്നലെ ഒരു ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. അവർ ആ വീഡിയോയിൽ പറഞ്ഞത്, നമ്മളിപ്പോൾ കാറിലൊക്കെ 1000 അല്ലെങ്കിൽ 1500, 2000-നൊക്കെ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായ അളവിൽ നമ്മുടെ ടാങ്കിലോട്ട് പെട്രോൾ വീഴുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് പമ്പുകാർ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്നു അവരുടെ ലാഭത്തിന് എന്നാണ് ആ ചേച്ചി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? കാരണം അതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ അവർ തന്നെ പറയുന്നുണ്ട്. ഒന്നുകിൽ ലിറ്റർ പറഞ്ഞടിക്കുക, അതായത് 10 ലിറ്ററെന്നോ 5 ലിറ്ററെന്നോ ഒക്കെ ലിറ്റർ പറഞ്ഞടിക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ അവർ പറയുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, എല്ലാവർക്കും ഫുൾ ടാങ്ക് അടിക്കാനൊന്നും പറ്റൂല. പിന്നെ ലിറ്റർ പറഞ്ഞടിക്കുന്ന ആൾക്കാരും വളരെ കുറവാണ്. കാരണം ലിറ്റർ പറഞ്ഞടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ പല ആൾക്കാരും ലിറ്റർ പറഞ്ഞൊന്നും അടിക്കാറില്ല. അപ്പോൾ ആ ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, 1000-നും 2000-നൊക്കെ അടിക്കുമ്പോൾ ആ ഒരു കൗണ്ട് മുന്നേ അവർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അവർ ആ പെട്രോളിൽ തട്ടിപ്പ് കാണിക്കുകയാണെന്നാണ് ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, നമ്മളൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഒരു പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസക്ക് മൂല്യമായിട്ടുള്ള സാധനം തന്നെ നമുക്ക് കിട്ടണം. നമ്മൾ അധ്വാനിച്ച പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞതാ. ഞാനൊക്കെ ഇപ്പം കാറിലൊക്കെ 1000, 1500-നൊക്കെ നമ്മൾ പെട്രോൾ അടിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊന്നും ഫുൾ ടാങ്ക് ഒന്നും അടിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആ കൊടുക്കുന്ന പൈസക്കല്ല ആ പെട്രോൾ കിട്ടുന്നതെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എന്താണ് അതിനെപ്പറ്റി അറിയില്ല. ഒരു ചേച്ചി വീഡിയോ ചെയ്തു, അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അവർ പറയുന്നത് ഈ 1000-നും 2000-നൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ശരിയായ അളവിൽ പെട്രോൾ കിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയില്ലല്ലോ വണ്ടിയുടെ ടാങ്കിൽ എത്രത്തോളമാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയെങ്കിലും അത്തരത്തിലൊരു തട്ടിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനാണ്. കാരണം എല്ലാ ആൾക്കാരും വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. താങ്ക് യു.